ഹായ് ഹലോ വെൽക്കം ടു അവർ സ്പെഷ്യൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങ വറുത്തരച്ച പ്രോൺസ് തീയലാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണിത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ആദ്യം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് തേങ്ങ വറുക്കാൻ തുടങ്ങുകയാണ്. ഈ തേങ്ങ നമുക്ക് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുക്കണം. ഇതിലേക്ക് ഞാനൊരു 3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇതുകൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഇത് ഒന്ന് വഴറ്റി തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ഇതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഞാനാണെങ്കിൽ വേറൊരു പാൻ കൂടെ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് കൂടി പൊട്ടിക്കയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ തേങ്ങ വറുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി, മുരിങ്ങയ്ക്ക, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂട്ടിയിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത് ഈ പാനിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കാണ് നമ്മളുടെ പ്രോൺസൊക്കെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ 2 തക്കാളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റാൻ വെക്കുന്നുണ്ട്. ഞാനിതിലേക്ക് വാളംപുളി ഒന്നും ചേർക്കുന്നില്ല, തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാളംപുളി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു 3 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ മുളക് പൊടി, അത് നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിന്. അതിലേക്ക് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. അതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്, ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പ്രോൺസ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രോൺസ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അത് അടച്ച് വെച്ചാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുന്നത്. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ തേങ്ങ വറുത്തത് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല എണ്ണ തെളിഞ്ഞ പോലെ നല്ല ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ പരുവം. അപ്പം നമ്മുടെ അടപ്പ് മൂടി തുറന്നിട്ട് ഞാനിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുകയാണ്. ഇനി അരപ്പും ചേർത്തിട്ടാണ് ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് വേണ്ട കറിയുടെ പരുവത്തിലാക്കിയിട്ട് ഒന്ന് വീണ്ടും ചെറിയ തീയിൽ തന്നെ അടച്ച് വെച്ചിട്ടാണ് ഞാൻ വേവിക്കാൻ നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കുകയാണേ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് നമ്മളുടെ പരുവം എന്നൊക്കെ പറയുന്നത്. കുറച്ചുകൂടെ ഞാൻ പറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോൺസ് തീയൽ, തേങ്ങ വറുത്തരച്ച പ്രോൺസ് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാം ഇവിടെ നമ്മൾ എല്ലാം ഓക്കെ സെറ്റാക്കി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. താങ്ക് യു, ബൈ.